गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनोभिर्व्यसेम देवहितं यदायुः। स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नः तार्क्ष्यो अरिष्टनेमे स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। ഓം ജനവാതിലൊന്ന് തുറക്കണേ. ഓം അഥാശ്വലായനോ ഭഗവന്തം പരമേഷ്ഠിനമുപസമേത്യോവാച അധീഹി ഭഗവൻ ബ്രഹ്മവിദ്യാം വരിഷ്ഠാം സദാ സദ്ഭിः സേവ്യമാനാം നിഗൂഢാം യയാ ചിരാ സർവപാപം വ്യപോഹ്യ പരാത്പരം പുരുഷം യാതി വിദ്വാൻ തസ്മൈ സഹോവാച പിതാമഹശ്ച ശ്രദ്ധാ ഭക്തി ധ്യാന യോഗാദവൈഃ ന കർമ്മണാ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഃ പരേണ നാകം നിഹിതം ഗുഹായാം വിഭ്രാജത്തെ യതയോ വിശന്തി വേദാന്തവിജ്ഞാനസുനിശ്ചിതാർത്ഥാഃ സന്ന്യാസയോഗാത് യതയഃ ശുദ്ധസത്ത്വാഃ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാത് പരിമുച്യന്തി സർവേ വിവിക്തദേശേ ച സുഖാസനസ്ഥ ശുചിഃ സമഗ്രീവ ശിരഃ ശരീരഃ അത്യാശ്രമസ്ഥഃ സകലേന്ദ്രിയാണി നിരുധ്യ ഭക്ത്യാ സ്വഗുരും പ്രണമ്യ ഹൃത്പുണ്ഡരീകം വിരജം വിശുദ്ധം വിചിന്യ മധ്യേ വിശദം വിശോകം അചിന്യമവ്യക്തമനന്തരൂപം ശിവം പ്രശാന്തമമൃതം ബ്രഹ്മയോനിം തദാദിമധ്യാന്തവിഹീനമേകം വിഭും ചിദാനന്ദമരൂപമദ്ഭുതം ഉമാസഹായം പരമേശ്വരം പ്രഭും ത്രിലോചനം നീലകണ്ഠം പ്രശാന്തം ധ്യാത്വാ മുനിർഗച്ഛതി ഭൂതയോനിം സമസ്തസാക്ഷിം തമസഃ പരസ്താദ് സ ബ്രഹ്മാ സ ശിവസേന്ദ്ര സോക്ഷരഃ പരമസ്വരാട് സ ഏവ വിഷ്ണു സ പ്രാണ സ കാലോഗ്നി സ ചന്ദ്രമാ സ ഏവ സർവം യദ്ഭൂതം യച്ഛ ഭവ്യം സനാതനം ജ്ഞാത്വാ തം മൃത്യുമത്യേതി നാന്യപന്ഥാ വിമുക്തയേ സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി
സംപശ്യൻ ബ്രഹ്മപരമം യാതി നാന്യേന ഹേതുനാ ആത്മാനമരണിം കൃത്വാ പ്രണവം ചോത്തരാരണിം ജ്ഞാനനിർമ്മഥനാഭ്യാസാത് പാശം ദഹതി പണ്ഡിതഃ സ ഏവ മായാ പരിമോഹിതാത്മാ ശരീരമാസ്ഥായ കരോതി സർവം തൃന്നപാനാദിവിചിത്രഭോഗൈः സ ഏവ ജാഗ്രത് പരിതൃപ്തിമേതി സ്വപ്നെ സ ജീവഃ സുഖദുഃഖഭോക്താ സ്വമായയാ കൽപ്പിതജീവലോകേ സുഷുപ്തികാലേ സകലേ വിലീനേ തമോ വിഭൂതഃ സുഖരൂപമേതി പുനശ്ച ജന്മാന്തരകർമ്മയോഗാത് സ ഏവ ജീവസ്വപിതി പ്രബുദ്ധഃ പുരത്രയേ ക്രീഡതി യശ്ച ജീവ തതഃ സുജാതം സകലം വിചിത്രം ആധാരമാനന്ദമഖണ്ഡബോധം യസ്മിൻ ലയം യാതി പുരത്രയം ച ഏതസ്മാത് ജായത്തെ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപഃ പൃഥിവീ വിശ്വസ്യ ധാരിണീ യത്പരം ബ്രഹ്മ സർവാത്മാ വിശ്വസ്യായതനം മഹത് സൂക്ഷ്മതരം നിത്യം തത്വമേവ ത്വമേവ തത് ജാഗ്രസ്വപ്നസുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശതേ തദ്ബ്രഹ്മാഹമിതി ജ്ഞാത്വാ സർവബന്ധൈ പ്രമുച്യതേ ത്രിഷു ധാമസു യദ്ഭോഗ്യം ഭോക്താ ഭോഗശ്ച യദ്ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി ചിന്മാത്രോഹം സദാശിവഃ മയി സർവം പ്രതിഷ്ഠിതം മയി സർവം ലയം യാതി തദ്ബ്രഹ്മാദ്വയമസ്മ്യഹം അണോരണീയാനഹമേവ തദ്വത് മഹാനഹം വിശ്വമഹം വിചിത്രം പുരാതനോഹം പുരുഷോഹമീശോ ഹിരണ്മയോഹം ശിവരൂപമസ്മി അപാണിപാദോഹമചിന്ത്യശക്തിഃ പശ്യാമ്യചക്ഷുഃ ശൃണോമ്യകർണഃ അഹം വിജാനാമി വിവിക്തരൂപോ ന ചാസ്തി വേത്ത മമ ചിത്സദാഹം. അപാണിപാദഃ അഹം അചിന്ത്യശക്തിഃ അഹം അഹം അചക്ഷുഃ സൻ പശ്യാമി അഹം അകർണഃ സൻ ശൃണോമി വിവിക്തരൂപഃ അഹം വിജാനാമി മമ വേത്ത ന ച അസ്തി സദാ അഹം ചിത്. ഇത്രയും ഞാൻ 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 എന്നുള്ള അനുസന്ധാനമാണ്. ഇത്രയും കാലം പലതാണ് ഞാനെന്ന് ധരിച്ചു, അതിനനുസരിച്ച് വ്യവഹരിച്ചു. ശരിയാണ്. ജാഗ്രത ലോകത്തിൽ നമുക്ക് ഞാനാണെന്ന് വിചാരിക്കുന്ന വ്യക്തിത്വം നമുക്കുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് സ്വപ്നലോകത്തിൽ അതില്ല. സ്വപ്നലോകത്തിൽ എന്തുണ്ടോ അത് ജാഗ്രതത്തിലും ഇല്ല. ഈ താദാത്മ്യങ്ങളോടുകൂടി നമ്മൾ കഴിയുമ്പോൾ പ്രമാണജനിതമായ ബുദ്ധി കൊണ്ട് ആര് ഞാൻ എന്നനുസന്ധാനം ചെയ്യുകയാണ്. അവിടെയാണ് അപാണിപാദഹാഹം, ഞാൻ പാണിപാദങ്ങളില്ലാത്തവനാണ്. അപ്പോൾ തൊട്ടടുത്ത വരിയിൽ പശ്യാമ്യ ചക്ഷുഹു, കണ്ണില്ലാത്ത ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ അപാണിപാദഹ,
എന്നുള്ളിടത്ത് സമാന ശ്രുതി ഓർമ്മിക്കണം. ഉപനിഷത്തുക്കളിൽ ആവർത്തിക്കുന്നുണ്ട് അപാണിപാദോ ജവനോ ഗൃഹീത എന്ന്. പശ്യത്യ ചക്ഷു സശൃണോത്യകർണ എന്ന് ഒരു ഉപനിഷത്തല്ല, പല ഉപനിഷത്തുക്കളിൽ ആവർത്തിക്കുന്നുണ്ട്. അതിവിടെ ഓർമ്മിക്കണം. അപാണിപാദ, അതേ സമയത്ത് ജവനോ ഗൃഹീത. ജവനഃ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവൻ, പാദമില്ലാത്തവനാണ്, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. അപാണിയാണ്, കൈയില്ലാത്തവനാണ്, എല്ലാത്തിനെയും ഗ്രഹിക്കുന്നവനാണ്. ഇതിൻ്റെ താത്പര്യം ഉപാധി പരിമിതനാണ് ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുക. 2, സർവ വ്യവഹാരങ്ങൾക്കും മൂലമായ ശക്തി സ്വരൂപനാണ് താൻ എന്നുള്ളത് ഉറപ്പിക്കുക. അതാണ് ആ മന്ത്രത്തിൻ്റെ പ്രയോജനം. ശരീരത്തെക്കുറിച്ചല്ല. അപ്പം അതിന് തുടർച്ചയായിട്ടാണ് അചക്ഷുഹു അഹം പശ്യാമി, കണ്ണില്ലാത്ത ഞാൻ കാണുന്നു. അകർണഹ അഹം ശൃണോമി, ചെവിയില്ലാത്ത ഞാൻ കേൾക്കുന്നു. ഇപ്പം സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നവനും എന്നാൽ കരണങ്ങൾ അല്ലാത്തവനും, കരണപരിമിതി ഇല്ലാത്തവനും എന്നർത്ഥം. വിവിക്തരൂപ, വേർതിരിക്കപ്പെട്ട രൂപത്തോടൊത്തവൻ. അപ്പം എല്ലാമായി എല്ലാത്തിനോടും ചേർന്ന് നിൽക്കുന്നു, എന്നാൽ എല്ലാത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനുമാണ് ഒരേ സമയത്ത്. ഞാൻ എല്ലാത്തിലും നിലകൊള്ളുന്നു, ഞാൻ ഒന്നിലും നിലകൊള്ളുന്നില്ല. എന്ന് വെച്ചാൽ ഒന്നിനാലും പരിമിതനല്ല, എല്ലാമായിരിക്കുന്നു, ഒന്നുമല്ല. ഈ ഒരു തലം സാക്ഷാത്കരിച്ചിരിക്കുന്ന വിജ്ഞാനിയെ സംബന്ധിച്ച് അവനെല്ലാമായി ഇരിക്കുകയും ചെയ്യും, അതേ സമയത്ത് ഒന്നും ഉണ്ടാവുകയില്ല. നമ്മൾ സാധാരണ ലൗകികമായിട്ട് എന്തെങ്കിലും ഒന്നായി ചേർന്നിരുന്ന് അതിനോട് ഒട്ടിപ്പിടിക്കും. ആ വ്യക്തിത്വമായിരിക്കും നമുക്ക് സദാ. ഒരു വിജ്ഞാനി ഏത് തലത്തിൽ എങ്ങനെ വ്യവഹരിക്കുന്നോ എല്ലാമായി തീരും, ഒന്നിനോടും സംഘവും ഇല്ല. അത് ഈ ഒരു ബോധത്തിൻ്റെ ഫലമാണ്. നചാസ്തി വേത്താമമ, എന്നെ അറിയുന്നവനില്ല. അറിവിൻ്റെ സ്വരൂപമാകുന്നു ഞാൻ, അറിവിന് വിഷയീഭവിക്കുന്നവനല്ല ഞാൻ. നച വേത്താമമ സദാ ചിത് അഹം, ഞാൻ എപ്പോഴും ചിത് സ്വരൂപനാണ്. ഇത് നമ്മൾ ചെറിയ കുറേ മക്കൾ ആശ്രമത്തിൽ വന്ന് പല കളികളും കളിക്കുന്ന കാലം. ഇന്ന് അവർ പലരും വലിയ ആൾക്കാരാണ്. അന്ന് ആശ്രമത്തിൽ ഈ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നീണ്ട പന്തിപ്പായി ഉണ്ടായിരുന്നു. അപ്പം അതിൽ അവരെല്ലാം കൂടി നമ്മളെ ചുറ്റും ഇങ്ങനെ എന്നിട്ട് ഉരുട്ടിക്കൊണ്ടാവുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര ചുറ്റിയിട്ടുണ്ട് അത്ര തിരിച്ചു ചുറ്റിയാലേ രക്ഷപ്പെടുള്ളൂ. കുട്ടികൾക്കതൊരു കളി, നമ്മളും അതിന് കിടന്നു കൊടുക്കുക. അല്ലാണ്ടെന്താ, അതിങ്ങനെ ചുറ്റി പിന്നെ ഒരു പരിധി 2-3 ആവുന്നവരെ നമുക്ക് കൈകൊണ്ട് വേർപെടുത്താം. അത് കഴിഞ്ഞാൽ നമുക്ക് വേർപെടുത്താനാവില്ല. പിന്നെ ഇങ്ങനെ കിടക്കാനേ വഴിയുള്ളൂ, ഇങ്ങനെ കിടന്നു കൊടുക്കുക വഴിയുള്ളൂ. പിന്നെ അവർ ഉരുട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഉരുണ്ടു പോകും.
എത്ര ചുറ്റും അങ്ങോട്ട് ചുറ്റിയിട്ടുണ്ടോ അത്രയും ഇങ്ങോട്ട് ചുറ്റണം, എന്നാലേ രക്ഷപ്പെടും. അങ്ങനെ കളിക്കാറുണ്ടായിരുന്നു. ഇതുതന്നെയാണ് സംഭവം. എന്തൊക്കെ ഞാനാണെന്ന് അജ്ഞാനതലത്തിൽ അനുസന്ധാനം ചെയ്ത് കഴിഞ്ഞോ ഒന്നൊന്നഴിക്കണം. വാസ്തവത്തിൽ വേദാന്തം പഠിക്കുകയല്ല, പഠിച്ചതിനെ അഴിക്കുകയാണ്. വേദാന്തം പഠിക്കാനുള്ളതല്ല, ഇത്രയും കാലം പഠിച്ചു വെച്ചതിനെ അഴിച്ചു മാറ്റാനുള്ളതാണ്. അതാണ് നേതി നേതി. ഇതല്ല, ഇപ്രകാരമല്ല. ആ മന്ത്രമാണ് അഴിക്കാനുള്ള മന്ത്രം. ആ ഒരു ആയുധം നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് അഴിക്കാം, എല്ലാം അഴിക്കാം. ഒരായുധം ഇല്ലാത്തവൻ അഴിക്കാൻ പറ്റില്ല. ഒരു യന്ത്രം അഴിക്കാൻ പറ്റില്ല. യന്ത്രം അഴിക്കണമെങ്കിൽ ആയുധം വേണം, അതിനുള്ള ഉപകരണം വേണം. നേതി നേതിയാണ് ഉപകരണം. ഒറ്റ മന്ത്രം മതി, വേറൊന്നും വേണ്ട. പിന്നെ അഴിച്ചിട്ട് ഇന്നതാന്ന് മനസ്സിലാക്കാൻ വേറെ മന്ത്രങ്ങൾ വേണ്ടി വരും, പക്ഷെ അഴിക്കാൻ അത് മാത്രം മതി. അല്ലേ? ആലോചിച്ച് നോക്കൂ. അഴിച്ചിട്ട് പിന്നെ എന്താന്ന് മനസ്സിലാക്കണം. ഇത് മനോമയ കോശമാണ്, ഇത് വിജ്ഞാനമയ കോശമാണ്, അതിന് വേറെ മന്ത്രങ്ങൾ വേണ്ടി വരും. പക്ഷെ അഴിക്കാൻ ഈ ഒറ്റ മന്ത്രം മതി. നേതി നേതി. അതിന് പ്രത്യേക സൈസുള്ള സ്പാനറൊന്നും വേണ്ട, ഏതും അതുകൊണ്ട് അഴിക്കാം. ഈ ഒറ്റ ഒന്നുണ്ട്. മറ്റോരോ സൈസുള്ള സ്പാനർ വേണം, ഇതത് വേണ്ട. ഈ ഒറ്റ സ്പാനർ കൊണ്ട് എല്ലാം അഴിക്കാം. അതാണ് ചിത് സദാഹം, അഹം സദാ ചിത് സ്വരൂപ. വീണ്ടും ഞാൻ ആരെന്ന് അനുസന്ധാനം ചെയ്യാണ്. വേദൈരനേകൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം ന പുണ്യപാപേ മമ നാസ്തി നാശോ ന ജന്മദേഹേന്ദ്രിയ ബുദ്ധിരസ്തി. വേദൈരനേകൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം പുണ്യപാപേ മമ നാസ്തി നാശോ ന ജന്മദേഹേന്ദ്രിയ ബുദ്ധിരസ്തി. വേദൈഹി അനേകൈഹി അഹം ഏവ വേദ്യഃ. വേദൈഹി അനേകൈഹി അഹം ഏവ വേദ്യഃ. അനേകൈഹി വേദൈഹി, അനേകം വേദങ്ങളെ കൊണ്ട്. അനേക വേദങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞാൽ വേദം അറിവെന്ന അർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അറിവെന്ന അർത്ഥത്തിൽ വേദം ഒന്നേ ഉള്ളൂ, പലതില്ല. എന്നാൽ ആ അറിവിനെ ഋഷീശ്വരന്മാർ ഉപദേശിക്കുമ്പോൾ അനേകായിരം മന്ത്രങ്ങളായി വിപുലമായി. നമ്മൾ ഋക്ക് തന്നെ എടുത്താൽ, ഋക്ക് തന്നെ സംഹിത മാത്രം, അല്ലെങ്കിൽ ബ്രാഹ്മണം മാത്രം, ആരണ്യകം മാത്രം, ഉപനിഷത്ത് മാത്രം, ഓരോന്നും 21 പാഠക്രമങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്നോ രണ്ടോ ശാഖകളെ നമുക്കുള്ളൂ. 21 ശാഖകൾ ഉണ്ടായിരുന്നു അത്രേ. അതുപോലെ യജസ്സിന് മാത്രം 108 ശാഖകൾ ഉണ്ടായിരുന്നു. സാമത്തിന് മാത്രം 1000 ശാഖകൾ ഉണ്ടായിരുന്നു. അഥർവത്തിന് മാത്രം 50 ശാഖകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ശാഖകൾ, ഓരോ ശാഖയ്ക്കും സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തും മനസ്സിലാക്കണം.
ഇന്ന് മൊത്തം വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ, ഒരു കൈ കൊണ്ട് എണ്ണാവുന്നതേ ഉള്ളൂ. അത് തന്നെ ഇപ്പം സംഹിത ഉണ്ടെങ്കിൽ ബ്രാഹ്മണൻ ഉണ്ടാവില്ല, ബ്രാഹ്മണൻ ഉണ്ടെങ്കിൽ ആരണ്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. പൂർണ്ണമായി നമുക്ക് കിട്ടിയത് വളരെ കുറച്ചേ ഉള്ളൂ. ആ കിട്ടിയതെങ്കിലും ഒന്ന് സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അപ്പോൾ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ ഏകമാണെങ്കിലും ഉപദേശ ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ അനേകം. ഇപ്പൊ സാമസംഹിതയിൽ മാത്രം 4000 ചില മന്ത്രങ്ങൾ വരും. ഋക്ക് സംഹിതയിൽ മാത്രം 10,000 ചില മന്ത്രങ്ങളുണ്ട്. 10,572 എങ്ങാണ്ടുണ്ട്. 552 പാഠമുണ്ട്. അപ്പോൾ ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ അനേകായിരമായിട്ട് വിപുലമാണ് വേദം. അതിനെ വെച്ചുകൊണ്ടാണ് ബഹുവചനം പറഞ്ഞിട്ടുള്ളത്. വേദൈഹി, വേദങ്ങളെ കൊണ്ട്, സകല വേദങ്ങളെ കൊണ്ടും അഹമേവ വേദ്യ, ഞാൻ തന്നെ അറിയപ്പെടേണ്ടതാകുന്നു. ഇവിടെ നമുക്കൊരു സംശയം വരാം. വേദങ്ങളെ കൊണ്ട് ഞാൻ അറിയപ്പെടും എന്നാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. വേദങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവൻ ഞാനാന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടും വളരെ വ്യത്യാസമുണ്ട്. വേദങ്ങളെ കൊണ്ട് ഞാൻ അറിയപ്പെടും എന്ന് പറഞ്ഞിട്ടില്ല. എന്താ ഇത് രണ്ടും പറഞ്ഞതിൻ്റെ വ്യത്യാസം? ശാന്തോഗ്യോപനിഷത്തിൽ ഒരു പ്രകൃതം വരുന്നുണ്ട്. വളരെ ദുഃഖത്തോടുകൂടി നാരദ മഹർഷി സനത്കുമാര മഹർഷിയുടെ അടുത്ത് എത്തിപ്പെട്ടു. വിധിപ്രകാരം നമസ്കരിച്ച് സംശയം ചോദിക്കുകയാണ്. അവിടെ നാരദൻ ചോദിക്കുന്നത്, ശ്രുതമേ ഹ്യേതദ് ഭഗവദ് ഋഷേഭ്യ തരതി ശോകമാത്മവിദ് ഇതി സോഹം ശോചാമി തമ്മാം ശോകസ്യ പാരം താരയതു. അല്ലയോ ഭഗവാനെ, അങ്ങയെപ്പോലുള്ളവരിൽ നിന്ന്, ഭഗവാനെ പോലുള്ളവരിൽ നിന്ന് ഞാനിത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ആത്മജ്ഞാനി ദുഃഖത്തെ തരണം ചെയ്യുന്നു എന്ന്. ആത്മജ്ഞാനി ദുഃഖത്തെ തരണം ചെയ്യുന്നു, ആത്മജ്ഞാനിക്ക് ദുഃഖമുണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആരിൽ നിന്ന്? ഭഗവാനെ പോലുള്ളവരിൽ നിന്ന്. എന്നാൽ ഞാൻ ദുഃഖിക്കുന്നു. എന്താണ്? തുറന്നു പറയല്ലോ, ഇതൊക്കെ എനിക്കറിയാം. തമ്മാം, അങ്ങനെയുള്ള എന്നെ, മാമല്ല, എന്നെയല്ല, അങ്ങനെയുള്ള എന്നെ. എങ്ങനെ? ഇതറിയുന്നവനായ എന്നെ ദുഃഖത്തിൻ്റെ മറുകരയിലേക്ക് എത്തിച്ചാലും. ഈ സമയത്ത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സനത്കുമാരൻ ചോദിക്കും, നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എന്നിട്ട് മതിയല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് പഠിപ്പിക്കുക. അയ്യോ, നാരദനൊരു മറുപടി പറയാനുണ്ട് അവിടെ. മുഴുവൻ മന്ത്രമൊന്നും ചൊല്ലാൻ ഓർമ്മയില്ല. അത്ഭുതപ്പെടും നമ്മൾ. ഋക്ക്, യജുസ്, സാമം, അഥർവം, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥവേദം, 64 കലകൾ, മറ്റ് ശാസ്ത്രങ്ങൾ, നക്ഷത്രവിദ്യ, ഗണിതശാസ്ത്രം, അങ്ങ് പോവുക. ഇനിയൊന്നുമില്ല. അറിവിൻ്റെ ശാഖകൾ ഇനി പഠിക്കാനൊന്നുമില്ല. നാളെ ഞാനൊരാളെ പരിചയപ്പെട്ടു ഒരു കോൺഫറൻസിന് പോയ സമയത്ത്. അദ്ദേഹത്തിന് പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ 28.
ഡോക്ടറേറ്റ് അഞ്ചാറോ ഡോക്ടറേറ്റാണ്, PhD, D.Litt ഒക്കെ ഉണ്ട്. ഇനി അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ രസാതല്ല, ML ഉണ്ട്, അല്ലെങ്കിൽ പല MAകളുണ്ട്, പല MSCകളുണ്ട്, MBA ഉണ്ട്, എല്ലാം ടോപ്പാ. എല്ലാം അന്വേഷിച്ച് നടക്കുക തന്നെയാണ് ഇപ്പോഴും. അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. ശിലാനുണ്ടാക്കാനുള്ള ജോലി ചെയ്യുന്നുണ്ട്. ബാക്കി സമയമൊക്കെ ഗുരുകുലങ്ങളിലും ആശ്രമങ്ങളിലും അവിടെ അന്വേഷിച്ച് നടക്കുക. കിട്ടിയിട്ടില്ല, എപ്പോഴും കിട്ടിയിട്ടില്ല, പിടുത്തം കിട്ടിയിട്ടില്ല. കിട്ടുന്നാ പറഞ്ഞു, കിട്ടും. അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തെ കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. അതെ, ഇവിടെ തന്നെയാ, ഭാരതത്തിൽ തന്നെയാ. ഇനി പഠിക്കാനൊന്നുമില്ല. നാരദൻ, നമ്മളാരെങ്കിലും ആണെങ്കിൽ ഇത് കേട്ടിട്ട് ആദരവോടുകൂടി നാരദൻ എന്തെങ്കിലും ഒരു പൊന്നാട കൊടുക്കും നമ്മൾ. പക്ഷേ സനത്കുമാരൻ പറഞ്ഞത് നേരെ തിരിച്ചാ. എടാ, നീ മനസ്സിലാക്കിയതൊക്കെ അല്പാണ്ട, വളരെ അല്പമാണ് നീ മനസ്സിലാക്കിയത്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇതുകൊണ്ടൊന്നും ദുഃഖം നീങ്ങില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, അനൽപമായത് പറഞ്ഞുതരാം. അനൽപമായതിലേ സുഖമുള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം, ഇരിക്കവിടെ. അങ്ങനെയാണ് നാരദൻ സനത്കുമാരനിൽ നിന്ന് ഭൂമാവിദ്യ കരസ്ഥമാക്കുന്നത്. പിന്നെ നാരദൻ ആരെടുത്തും പോയിട്ടില്ല, പിന്നെ പോകേണ്ടി വന്നിട്ടില്ല. ഭൂമ എന്ന് പറഞ്ഞാൽ അതിശയേന ബൃഹത് എന്നർത്ഥം, സർവവ്യാപിയായ. അപ്പൊ പറഞ്ഞത് വേദഗ്രന്ഥങ്ങളെ പഠിച്ചാൽ എന്നെ അറിയും എന്ന് പറഞ്ഞിട്ടില്ല, അറിയാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഗ്രന്ഥരാശി ഒരുപാട് തലയെ കയറ്റി വെച്ചു എന്നല്ലാതെ വലിയ ഗുണമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ പ്രമാണത്തിലൂടെയേ പ്രമ ലഭിക്കൂ, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സകല വേദങ്ങളിലൂടെയും ആരറിയപ്പെടണമോ ആ പരമാത്മ സ്വരൂപമാണ് ഞാൻ. വേദൈഹി അനേകൈഹി അഹമേവ വേദ്യ, ഞാൻ തന്നെയാകുന്നു അറിയപ്പെടേണ്ടത്. അഥവാ അനേക വേദങ്ങളിലൂടെ അറിയപ്പെടുന്നവൻ തന്നെയാകുന്നു ഞാൻ. ഉറപ്പിച്ചു. ഒരു പടി കൂടി കടന്നിട്ട് പറയുകയാണ്, വേദാന്തകൃതഹം, വേദാന്തങ്ങളെ ചെയ്തവനും ഞാൻ തന്നെയാണ്. നമ്മൾ ഇന്നലെ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ഉപനിഷത്തുക്കളെല്ലാം ആത്മമഹിമയാണ് പ്രഖ്യാപിക്കുന്നത്, തൻ്റെ മഹിമയാണ് പ്രഖ്യാപിക്കുന്നത്. മറ്റ് സ്ഥലമഹിമ, ദേശമഹിമ, കാലമഹിമ, ദൈവമഹിമ ഒക്കെ മറ്റു പലരും പ്രകീർത്തിക്കട്ടെ, നല്ലതാണ്, അതൊക്കെ വേണം, എല്ലാം വേണ്ടതാണ്. ഇപ്പോൾ പുരാണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ശിവ മഹിമ കീർത്തിക്കുന്നതുണ്ട്, വിഷ്ണു മഹിമ കീർത്തിക്കുന്നതുണ്ട്, ദേവി മഹിമ കീർത്തിക്കുന്നതുണ്ട്. ഇനി സ്ഥലങ്ങളുടെ മഹിമ, കാശിയുടെ, പ്രയാഗയുടെ, അങ്ങനെയൊക്കെ ഗംഗയുടെ ഒക്കെ മഹിമ കീർത്തിക്കുന്നതുണ്ട്. പിന്നെ കാലത്തിൻ്റെ മഹിമ കീർത്തിക്കുന്നതുണ്ടല്ലേ, കാർത്തിക മാസത്തിൻ്റെ മാഹാത്മ്യം, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന്. അപ്പം ദേശം, കാലം, ദേവത തുടങ്ങിയവയുടെ മഹിമകളെ കീർത്തിക്കുന്നുണ്ട് മറ്റ് ശാസ്ത്രങ്ങൾ. നല്ലത് തന്നെയാണ്, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഉപനിഷത്തുക്കൾ തൻ്റെ മഹിമയാണ് കീർത്തിക്കുന്നത്, തൻ്റെ മഹിമ, ആത്മമഹിമ.
ഞാനെന്തൊരു കേമന അല്ലേ? അതെ.